ഹലോ, നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യുകയാണ്. തടിപ്പണിയുമായി ബന്ധപ്പെട്ട ചില അറിവുകൾ എനിക്കറിയാവുന്നതുപോലെ പകർന്നു തരികയാണ്. ഇത് നമ്മുടെ സ്വന്തം വീടിൻ്റെ പണി തന്നെയാണ്. ഫ്രണ്ടേജ് ഫുള്ള് തേക്കിൻ തടിയിൽ തീർത്ത ജനൽ ഫ്രെയിമും ഫ്രണ്ട് ഡോറുമാണ് കാണുന്നത്. ഇത് മുകളിൽ ഒരു പീസ് വലിയ ഗ്ലാസ്സാണ്, പ്ലെയിൻ ഗ്ലാസ് തന്നെയാണ്. എപ്പോഴും വീടിൻ്റെ ഫുൾ ഒരു മോഡലെന്ന് പറഞ്ഞാൽ പ്ലെയിനായിട്ടുള്ള ഒരു പാറ്റേണാണ്. സ്ക്വയർ വർക്ക് ഫുള്ള് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് സ്ക്വയറായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. താഴത്തെ ഇത് 2 പാളി ഫ്രഞ്ച് ജനലാണ്. ഫ്രഞ്ച് ജനലിന് താഴെ ഒരു പീസ് തേക്കിൻ്റെ പലക കൊണ്ട് ഒരടച്ച് പലകയിട്ട് അതിനകത്ത് കുറച്ച് സ്റ്റീൽ വർക്കും പ്ലെയിൻ ഗ്ലാസ്സാണ്. അകത്തെ ലൈറ്റ് ഇടുമ്പോഴകത്തെ വർക്കുകളുടെ റിഫ്ലക്ഷൻ അറിയണമെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് തന്നെ ലൈറ്റ് വർക്ക്. ഇനി ഫ്രണ്ട് ഡോറാണ്. തേക്കിൻ്റെ തടിയിൽ ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട് ഡോറ് ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ഡോറ്, 1/4 ഭാഗം ചെറിയ ഡോറും 3/4 ഭാഗം വലിയ ഡോറുമാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വൈറ്റ് എച്ചിങ് ഗ്ലാസ്സാണ് റൈറ്റ് സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 8 mm ഗ്ലാസ് തിക്നെസ് ഉള്ള ഗ്ലാസ് വൈറ്റ് എച്ച് ചെയ്ത്, പിന്നെ കുറച്ച് സ്റ്റീലിൻ്റെ, ഇത് കുറഞ്ഞ സ്റ്റീലല്ല, നല്ല ഹെവി, അടിക്കുമ്പോൾ മടങ്ങാത്ത സൈസ്, പതുങ്ങി പോകാത്ത സൈസുള്ള സ്റ്റീലാണ്. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. കുറച്ച് ഗ്ലാസും തേക്കിൻ തടിയിൽ ഫ്രണ്ട് ഡോർ ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് ഗ്ലാസും സ്റ്റീലും ഉണ്ടെങ്കിൽ ആ തടിയുടെ ഗ്രെയിൻസുമായിട്ട് നല്ലപോലെ ചേർച്ച ഉണ്ടായിരിക്കും. ഇത് ഫർണിച്ചർ നമ്മൾ തന്നെ ചെയ്തതാണ്. കോർണർ സെറ്റ് ഫുൾ പ്ലെയിൻ വർക്കാണ്, വളവും തിരിവൊന്നുമില്ല. റേപ്പർ വർക്കാണ്. അത്യാവശ്യം തിക്നെസ് ഉണ്ട് തടിക്ക്. ഇത് നമുക്ക് ബാലൻസ് വന്ന തടി പീസും കുറച്ച് ഷീറ്റിൻ്റെ പീസും ഉപയോഗിച്ച് ചെയ്ത ഒരു ടീപ്പോയാണ്. അത് ഫുള്ള് തേക്കിൻ്റെ തടിയല്ല, അത് മഹാഗണിയിലും ചീലാന്തിയിലും മിക്സ് ചെയ്തിട്ട് തേക്കിൻ്റെ കാതൽ വരച്ചെടുത്ത്. അപ്പം നമ്മുടെ ഫ്രണ്ടേജ് തേക്കും ഇതുമായിട്ട് നല്ലോണം മാച്ച് ചെയ്തിരിക്കും. ഇത് പാർട്ടീഷൻ നമ്മൾ ചെയ്തതാണ്. ഹാളിൻ്റെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ തരംതിരിക്കാനായിട്ടുള്ള പാർട്ടീഷനാണ്. ഇത് കംപ്ലീറ്റ് HDHMR ഷീറ്റ്, പച്ച ഷീറ്റ് HDHMR ഷീറ്റിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. എന്നിട്ട് കുറച്ച് ഭാഗം ആ ഭിത്തിയിലെ വൈറ്റ് പെയിൻറ്റുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ഭാഗം ഷീറ്റ് നമ്മൾ വൈറ്റ് പെയിൻറ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗം തേക്ക് വരച്ചെടുത്തത്. നല്ല ഒരു ആർട്ടിസ്റ്റ് വന്ന് വരച്ചെടുത്തതാണ്. ഒരു ഫില്ലർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു തൂണും, ഇത് നമ്മൾ റെഡിമെയ്ഡ് തൂണാണ് വാങ്ങി വെച്ചത്.
ഇത് ഡൈനിങ് ഏരിയ. അപ്പോൾ നമ്മുടെ സ്പേസിനനുസരിച്ച് ടേബിളും ചെയറും ഒക്കെ ചെയ്തിട്ടിരിക്കുക. ഡൈനിങ്ങും ലിവിങ് ഏരിയയും ചെയ്തതിന് ശേഷം അതിനുള്ളിൽ വരുന്ന സ്പേസ് എടുത്തുകൊണ്ട് നമ്മൾ ടേബിളും കസേരയും ചെയ്യുക. അല്ലെങ്കിൽ ഇത് സാധാരണ അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ഞെരുക്കമായിരിക്കും. ഇത് കിച്ചൻ്റെ ഓപ്പൺ കിച്ചണാണ്. ഇതും നമ്മൾ HDHMR ഷീറ്റിലാണ് ഈ പ്ലെയിൻ വർക്ക് ചെയ്തിരിക്കുന്നത്, ഓപ്പൺ കിച്ചൻ്റെ. അപ്പോൾ അതിൽ തേക്ക് വരച്ചുകൊണ്ട് വൈറ്റ് പെയിൻറ്റ് ചെയ്ത് ഇതേപോലെ ഫ്ലവറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കിച്ചൺ കബോർഡും HDHMR ഷീറ്റ്, പച്ച ഷീറ്റാണ്. ഇത് ലാമിനേഷൻ ഷീറ്റല്ല, പച്ച ഷീറ്റ്. നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും HDHMR ഷീറ്റ്. ISI മുദ്രയുള്ള ഷീറ്റാണ്. അത് പെയിൻറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് ചെയ്തെടുത്ത് വളരെ ഭംഗിയുള്ളതാക്കി മാറ്റാം. ഇതിൻ്റെ ഹാൻഡിൽ പ്രൊഫൈൽ ഹാൻഡിലാണ് വെച്ചിരിക്കുന്നത്, സ്റ്റീൽ കോട്ടിങ്ങുള്ള പ്രൊഫൈൽ ഹാൻഡാണ്. അപ്പം ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടായിരിക്കും അതിന്. മുകളിലത്തെ പോർഷൻ 2 ഗ്ലാസ് ഡോറും ബാക്കി ബ്ലോക്ക് ചെയ്തുള്ള ഡോറുമാണ് 2 എൻഡിലും. പിന്നെ താഴെ ഫുൾ ബ്ലോക്ക് ചെയ്ത ഡോറാണ്. ഇതെല്ലാം പെയിൻറ്റ് ചെയ്തെടുത്ത് നല്ല ഫിനിഷിങ് പെയിൻറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ 2 ഡ്രോയർ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഡ്രോ, പിന്നെ വലിയ പ്ലേറ്റുകൾ വെക്കാൻ വലിയൊരു ഡ്രോ. തന്നെ പോയി ഓട്ടോമാറ്റിക് ക്ലോസ് ആയിക്കോളും. കണ്ട, തനിയെ വന്ന് ക്ലോസ് ആയത്. അത്രയ്ക്ക് സ്മൂത്തായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സാധാ ബെഡ്റൂമിൻ്റെ ഡോറ് അത് മഹാഗണിക്ക് ചെയ്തിട്ട് തേക്ക് വരച്ചെടുത്താണ്. നമ്മൾ എല്ലാം തമ്മിലൊരു പരസ്പര ബന്ധം ഉണ്ടാകാൻ വേണ്ടി ഒരു പാറ്റേണിലാണ് വർക്കുകളൊക്കെ പോയിരിക്കുന്നത്. സാധാ ഡോറ് നമ്മൾ അടച്ച് പലകയിട്ട് ചെയ്യുന്ന രീതിയിലല്ല, ഇത് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ട് പൊഴി വർക്ക് ചെയ്തിരിക്കണം. ലൈൻ അടിച്ച് ആ ട്രെൻഡിനനുസരിച്ച് 2 സ്റ്റീൽ വെച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ബെഡ്റൂമിലൊരു HDHMR ഷീറ്റിൻ്റെ ഒരു വർക്കുണ്ട്. ഒരു അലമാര, ചെറിയല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. 6 അടി ഹൈറ്റും 6 അടി വീതിയും ഉള്ള ഒരു അലമാരയാണ് ഇത്. ഞങ്ങൾ ചെയ്തതാണ്. സ്വന്തം വീട്ടിലെ വർക്കിനാകുമ്പോൾ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യത്തെ സമയമെടുത്ത് വീഡിയോ ചെയ്യാമല്ലോ. ഇത് ലെഫ്റ്റ് സൈഡിലെല്ലാം ഓപ്പൺ തട്ടുകൾ. ഒരു ഡ്രസ്സിങ് ടേബിളോട് ഇതിനോടൊപ്പം ചെയ്തിരിക്കുകയാണ്. നമുക്ക് മിറർ ഉള്ള ഒരു ഡോറ്, അതിനുള്ളിൽ മേക്കപ്പ് സാധനങ്ങളെല്ലാം വെക്കാൻ ഉള്ള തട്ടാണ്. പിന്നെ പുറമേ ഉള്ള ഓപ്പൺ തട്ടുണ്ട്. ആ ഡോർ ക്ലോസ് ചെയ്യാം. അപ്പം മിറർ ഡോറായി. ബാക്കി 2 ഡ്രോയർ, ബാക്കി ഫുള്ള് ഡോറാണ്. അത്യാവശ്യം നമ്മുടെ സാധനങ്ങളെല്ലാം അതിൽ ഇരിക്കും. ഇതാണ് നമ്മുടെ തടിപ്പണി ആൻഡ് ഷീറ്റ് വർക്കിൻ്റെ വീഡിയോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.